എന്താ റജബിൻ്റെ രാത്രികളുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറയാണ് ഞാൻ. ഒന്ന്, എന്താ പ്രത്യേകത? اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان من الأدعية المأثورة. വായിദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ ചുണ്ടുകൾ കൊണ്ട് ഉച്ചരിച്ചിട്ടുള്ള ഹദീസിൽ വാരിദായിട്ടുള്ള വന്നിട്ടുള്ള പ്രബലമായ ദുആകളിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയാണ് ആരംഭിച്ചിരുന്നത്. അതാണ് ഒന്നാം നമ്പർ നേട്ടം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഈ രാത്രി അള്ളാഹുവിന്റെ ഹബീബ് ആ ദുആ ആരംഭിക്കും. ഏതുവരെ ദുആ ചെയ്യും? ഈ ദുആ ശഅബാനിന്റെ അവസാന രാത്രി വരെ ദുആ ചെയ്യും. എന്നിട്ട് റമളാനിൽ പ്രവേശിക്കും. 2 മാസം ചെയ്യുന്ന ദുആ. ഏത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ആരെങ്കിലും ഉണ്ടാക്കി കൂട്ടിയ ദുആയല്ല ഈ ദുആ. من الأدعية المأثورة الواردة عن النبي صلى الله عليه وسلم. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഹബീബിന്റെ ദുആകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. فمحمدنا هو سيدنا فالعز لنا لإجابته. الله والله والله والله. അല്ലാഹു തആല മനസ്സൊന്ന് തുറക്കി നമുക്ക് 3 വട്ടം ദുആ ഒന്ന് ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് അല്ലാഹു ആ ഒരു സന്തോഷം ബറക്കത്തും ഖൈറും ഈ രാത്രി കൊണ്ട് നമുക്ക് തുറന്നു തരട്ടെ. മനസ്സ് തുറന്ന് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ وبلغنا شهر رمضان. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله. حسبي ربي جل الله قلبي غير الله على النبي صلى الله لا إله إلا الله. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله. الله ولي الله ولي نعم الولي. صلوا على النبي محمد. الله ولي الله ولي نعم الولي. صلوا على النبي محمد. الله ولي الله ولي نعم الولي. صلوا على النبي محمد. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. അല്ലാഹു തആല നമ്മുടെ ഇൽമിനെ നാഫിയാക്കി തരട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യമായ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരസ്യമായ രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം തന്നെ. എന്നാൽ പരസ്യമായ രഹസ്യമാണെങ്കിലും രഹസ്യമായ വിജ്ഞാനം, പരസ്യമാക്കാവുന്ന ഒരു രഹസ്യമായ വിജ്ഞാനം. ദുആഇന് വേണ്ടി മാത്രം
മഹാനായ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു ഒരു കൊല്ലത്തിൽ ദുആഇന് വേണ്ടി മാത്രം ഒരുങ്ങിയിരുന്നിരുന്ന രാത്രികൾ 4 എണ്ണമാണ്. മഹാനായ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു ആരാണ്? അലിയുനിൽ മുർത്തള ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്ത മഹാനാണ് അലിയുനിൽ മുർത്തള. അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറുൻ നാസി മിൻ ഷജറാത്തിൻ ശത്താ. ഞാനും അലിയും ഒരൊറ്റ മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ളവർ മുഴുവനും വേറെ വേറെ മരത്തിൽ നിന്നാണ്. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ് റളിയല്ലാഹു അൻഹു. ഞാൻ ഹബീബായ നബി പറയുകയാണ്, ഞാനും ഇതാ നിങ്ങളുടെ നബിയായ ഞാനും നിൽക്കുന്ന അലിയും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളും ഒരു മരത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് സയ്യിദുന അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു. അവര് ദുആഇന് വേണ്ടി മാത്രം വല്ലാത്ത മഹാനാണ് സയ്യിദുന അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് അംഗീകരിക്കപ്പെടാവുന്ന ഹസനായ ഹദീസാണെന്ന് ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടം അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്തിലെ ഏറ്റവും വലിയ ഖാദിയാണ് സയ്യിദുനാ അലിയുനിൽ മുർത്തള. അവരൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വേറൊരാൾ അതിൽ മിണ്ടുകയില്ല. അത്രയും വലിയ ജ്ഞാനിയാണ്, അത്രയും വലിയ വിവരസ്ഥനാണ് അലിയുനിൽ മുർത്തള. ബഹുമാനപ്പെട്ടവരെ ഒരു കൊല്ലത്തിൽ ദുആഇന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന രാത്രികൾ 4 എണ്ണമാണ്. 1 ശ്രദ്ധിക്കുക, 1 റജബിലെ ആദ്യത്തെ രാത്രി, 2 ശഅബാൻ 15-ാം രാവ്, 3 ചെറു പെരുന്നാളിന്റെ രാത്രി, 4 ബലി പെരുന്നാളിന്റെ രാത്രി. ഈ 4 രാത്രികളിലും ദുആഇന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുമായിരുന്നു അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു. ദുആ തന്നെ, ദുആൻ എപ്പോഴും ദുആക്കും എന്ന് മഹാനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നുണ്ട്, തന്റെ അഗ്ന്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ കിതാബിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തിയതായി കാണാം. പല സ്ഥലത്തും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് വാരിതായതായി കാണാം. വേറെയും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായും കാണാം. മഹാനായ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു ഒരു കൊല്ലത്തിൽ ദുആഇന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന രാത്രികൾ 4 എണ്ണമാണ്. 1 റജബ് ആദ്യത്തെ രാവ്, 2 ശഅബാൻ 15-ാം രാവ്, 3 ലൈലത്തുൽ ഈദുൽ ഫിത്ർ, 4 ലൈലത്തുൽ ഈദുൽ അദ്ഹ. ഈ 4 രാത്രികളിലും ഇബാദത്ത് ദുആ തന്നെ. നേരം വെളുക്കുന്നവരെ ദുആയിലായി കൂടും. ആര്? മഹാനായ അലിയുനിൽ മുർത്തള. അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ് ഈ രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അറബി ഭാഷയിൽ മഹാന്മാരിൽ നിന്ന്, പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിച്ച ദുആകൾ ധാരാളം ഉണ്ട്. അത് മജ്ലിസിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് പറയാം അതിന്റെ മലയാളം സംക്ഷിപ്തം. ആ ദുആകളിലെല്ലാം ഉള്ളത് ഒരു മനുഷ്യന്റെ ദുന്യവിയും ഉഖ്റവിയുമായ എന്ത് പ്രശ്നവും ഈ രാത്രി സുബഹിക്ക് മുമ്പ് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തും പറയാ, എന്ത് പറയാ. ഉറങ്ങരുത്. ഇന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിൽ തെറ്റില്ല. അതേ സമയത്ത് സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യണം. ബികുല്ലി ഖൈരി ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ ഖൈറും ആഖിറത്തിലെ ഖൈറും എന്തും ചോദിക്കാം. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഒരു പ്രത്യേക ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ഈ രാത്രി തുടങ്ങണമെങ്കിൽ ഈ രാത്രിയുടെ ഗൗരവം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഹംസൻ അൻവരി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ റജബിന്റെ പ്രാധാന്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം അതിൽ കൂട്ടി പറയുകയാണ്, ശ്രദ്ധിക്കണം. അംബിയാഇന്റെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാസമായിരുന്നു റജബ്. റജബിനെ ബഹുമാനിക്കാത്ത ഒരു നബിയും ഇല്ല. സയ്യിദ്ന ആദം അലൈഹിസ്സലാം, സയ്യിദ്ന ശീത്ത്, സയ്യിദ്ന നൂഹ്,
സയ്യിദ്ന ഇദ്രീസ്, സയ്യിദ്ന ഹൂദ്, സയ്യിദ്ന സ്വാലിഹ്, സയ്യിദ്ന ഇബ്രാഹിം, സയ്യിദ്ന ഇസ്ഹാഖ്, സയ്യിദ്ന ഇസ്മാഈൽ, സയ്യിദ്ന യാഖൂബ്, സയ്യിദ്ന യൂസുഫ്, സയ്യിദ്ന ഇല്യാസ്, സയ്യിദ്ന യൂനുസ്, സയ്യിദ്ന ദാവൂദ്, സയ്യിദ്ന സുലൈമാൻ, സയ്യിദ്ന ദുൽകുഫ്ല്, സയ്യിദ്ന സക്കരിയ, സയ്യിദ്ന യഹ്യ, സയ്യിദ്ന ഈസ, സയ്യിദ്ന മൂസ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ നബിമാരും ഒരു നബിയുടെ കാലത്തും റജബിന് പ്രാധാന്യമില്ലാത്ത ഒരു കാലം ഇല്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ റമളാനിന് കാണിക്കുന്ന പ്രാധാന്യമായിരുന്നു എല്ലാ നബിമാരുടെ കാലത്തും എന്തിനുണ്ടായിരുന്നത്? റജബിന്. അവർക്ക് റമളാനില്ല. എന്തുകൊണ്ട്? റമളാനിന്റെ പ്രാധാന്യം എന്താ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ് റമളാനിന്റെ പ്രത്യേകത. അതുകൊണ്ട് റമളാനിന്റെ എല്ലാവിധ ഫളലുകളും അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. രണ്ട് പ്രകാശം ഉമ്മത്ത് മുഹമ്മദിനല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തുറക്കുകയില്ല എന്ന് ജല്ല ജലാലായ സുബ്ഹാൻ ഒരിക്കൽ മഹാനായ സയ്യിദ്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് പ്രകാശമുണ്ട്. ആ രണ്ട് പ്രകാശം മാ ഉതീഹിമാ വമാ അഫ്തഹുമാ ഇല്ലാ ലി ഉമ്മത്തി മുഹമ്മദിൻ. രണ്ട് പ്രകാശം ഞാൻ ഉമ്മത്ത് മുഹമ്മദിനല്ലാതെ തുറക്കുകയില്ലെന്ന് അല്ലാഹു സയ്യിദ്ന മൂസ. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ ഏതാണ് രണ്ട് പ്രകാശം? അപ്പോൾ പറഞ്ഞേ, ഒന്ന് നൂറുൽ ഖുർആൻ, ഒന്ന് നൂറു റമളാൻ. ഒന്ന് ഖുർആനിന്റെ പ്രകാശവും ഒന്ന് റമളാനിന്റെ പ്രകാശവും ആണെന്ന് അല്ലാഹു മറുപടി പറഞ്ഞു സയ്യിദ്ന മൂസ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള പ്രാധാന്യത്തിൽ റമളാനിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? റമളാനിന്റെ വാതിൽ അല്ലാഹു തആല ഇന്നത്തെ പോരിശയിൽ തുറക്കുന്നത് നുസൂലുൽ ഖുർആനോട് കൂടെയാണ്. അത് അൽ ബഖറ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോഴോ ഇന്നത്തെ നമ്മുടെ പ്രാധാന്യത്തിൽ അവർക്ക് റമളാനില്ല. പിന്നെ അവരുടെ പ്രാധാന്യം എന്താ? റജബ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു മാസമാണ് ഏത്? പറ, ഏത്? റജബ്. നൂഹ് നബിയുടെ കാലത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന മാസമാണ് റജബ്. ഹൂദ് നബിയുടെ കാലത്തും സയ്യിദ്ന ഇബ്രാഹിം, എല്ലാ കാലത്തും റജബിനെ ബഹുമാനിക്കാത്ത ഒരു നബിയില്ല. റജബിനെ ബഹുമാനിക്കാത്ത ഒരു ശരീഅത്തില്ല. റജബിനെ ബഹുമാനിക്കാത്ത ഒരു നബിയുടെ സമുദായവും ഇല്ല. അത്രയും പ്രധാന റജബ്, ഭയങ്കര പ്രധാനമാണ്. ഏത് അക്രമികളായ ആളുകൾ പോലും റജബ് മാസം വന്നാൽ ആയുധമെടുക്കൂല. പേടിയ, റജബിന് പേടിയാണ്. ചില ആളുകൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വന്ന് പറയുന്നത് ബുഖാരി അടക്കമുള്ള സിഹാഹുകളിൽ കാണാം. കുന്നാ മിൻ വറാഇ മുളറ, ഞങ്ങൾ മുളർ കബീലയുടെ അപ്പുറത്ത് നിന്നാണ് വരുന്നത്. മുളർ കബീല എന്നാൽ അവരുടെ നാട്ടിലൂടെ പോകുന്ന യാത്രക്കാരെ എല്ലാം ഉപദ്രവിക്കും. പ്രത്യേകിച്ച് മദീനയിലേക്ക് പോകുന്നവരെ ഏറെ ഉപദ്രവിക്കും മുളർ കബീലക്കാർ. അവർ കാനും അശദ്ദ അദാവത്തൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ഇസ്ലാമിനോടും മുസ്ലിമീനോടും വളരെ ദേഷ്യമുള്ളവരായിരുന്നു അക്കാലത്തെ മുളരികൾ. അപ്പോൾ അവരുടെ നാട്ടിലൂടെ മദീനയിൽ വരിക, അങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കണേ, അവരുടെ നാട്ടിലൂടെ മദീനയിൽ വരിക എന്നത് പ്രയാസമാണ്. അപ്പോൾ ചില ആളുകൾ റജബിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിൽ വരും. എന്നിട്ട് പറയും, നബിയേ ഞങ്ങൾക്ക് റജബ് അല്ലാത്ത മാസത്തിൽ വരാൻ കഴിയൂല. കാരണം ഞങ്ങളുടെയും മദീനയുടെയും ഇടയിൽ മുളർ കബീലക്കാരുടെ നാടുണ്ട്. അതുവഴി പോകുന്നവരെ മുഴുവൻ അവർ ഉപദ്രവിക്കും, ജീവൻ ബാക്കി കിട്ടൂല. എന്നാൽ റജബിൽ വന്ന് റജബിൽ തന്നെ തിരിച്ചു പോയാൽ മതി. അവർ പറയും ഒന്നും ചെയ്യില്ല. കാരണം റജബിനെ അവർക്കും പേടിയാ, ഭയങ്കര പേടിയാ. എന്നാ അവരാരാ? മുശ്രിക്കുകളാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? റജബിനെ ബഹുമാനിക്കാത്ത ഒരാളില്ല. നല്ലോണം ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം. എന്താ അതിന്റെ കാരണം? അതിനൊരു വാദന ഞാൻ പറഞ്ഞുതരാം. അതിനൊരു കാരണമുണ്ട്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണം എന്താണ് റജബിന് ഇത്ര ബഹുമാനം ഉണ്ടാകാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. റജബിനെ ബഹുമാനിക്കാത്ത ഒരു ജനതയിൽ അവര് എത്ര നശിച്ചു പോയിട്ടും റജബിനെ ബഹുമാനിച്ചു.
എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയപ്പോഴും റജബിനെ പേടിച്ചു. റജബിൽ ശത്രുക്കൾ പോലും 1000 എടുക്കുകയില്ല. അഹങ്കാരികൾ, വലിയ അഹങ്കാരികൾ, ജനങ്ങളുടെ മേൽ ഭേദ്യം ചെയ്യുന്ന വലിയ അഹങ്കാരികളായ തെമ്മാടികൾ പോലും റജബ് മാസത്തിൽ 1000 എടുക്കുകയില്ല. റജബിനെ പേടിയില്ലാത്ത കാലവും ഇല്ല. അങ്ങനെ ആദരിക്കപ്പെട്ട മാസമാണ് റജബ്. അതുകൊണ്ടാണ് റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന്റെ ഒരു കാരണം ഞാൻ ഒരല്പം പറഞ്ഞുതരാം. ഒറ്റ കാരണം പറഞ്ഞുതരാം. അത് മതിയാകും. വേറെയും കാരണങ്ങളുണ്ട്. ഒരു കാരണം പറഞ്ഞുതരാം. ഈ ലോകം പടക്കാൻ കാരണഭൂതരാണ് മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയോട് ബന്ധപ്പെട്ട ആദ്യത്തെ മാസമാണ് ഏത്? റജബ്. അവസാനത്തെ മാസമാണ് റബീഉൽ അവ്വൽ. ആദ്യത്തെ മാസമല്ല റബീഉൽ അവ്വൽ, അവസാനത്തെ മാസമാണ്. ഒന്നും കൂടി പറയാ, വളരെ ഇത് അറിയാത്തൊരു നബിയും ഇല്ല. റജബിനെ ബഹുമാനിക്കാനുള്ള കാരണം എന്താ? ഈ പ്രപഞ്ചം ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലൗലാഹു മുത്ത് നബി ഇല്ലായിരുന്നുവെങ്കിൽ ലം തുഖ്റജി ദുനിയാ മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ അല്ലാഹു പടക്കുമായിരുന്നില്ല. ഈ ലോകം പടക്കാൻ കാരണഭൂതരാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഇതൊരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവന് ദീനുണ്ടാവില്ല, ദീനില്ല. അവന്റെ നിസ്കാരം എന്നതൊരു ആക്ട് മാത്രമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധാരം മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. എല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളിലെ ഏറ്റവും പ്രധാനിയാണ്. അത് മറ്റാരുമല്ല, മുഹമ്മദ് മുസ്തഫ. ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം ബന്ധപ്പെട്ട മാസമാണ് റജബ് എന്ന് അറിയാത്ത ഒരു നബിയും ഇല്ല. അത് അവരുടെ രഹസ്യമായ ഇൽമ. അതാണ് അവർ റജബിനെ ബഹുമാനിച്ചത്. അതുകൊണ്ടാണ് റജബിന് ഇത്ര വലിയ ആദരവ് വന്നത്. ആമിന ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ ഭർത്താവ് ആദ്യമായി തൻ്റെ വീട്ടിൽ കൂട്ടുന്നത് ഈ രാത്രിയാണ്. റജബിലെ ആദ്യത്തെ രാത്രിയാണ്. അന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയുമാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവ് കൂടി ആയാൽ ഭയങ്കര ഫضل ഇരട്ടിയാവും. ഈ പോലത്തെ കൊല്ലങ്ങളിൽ 2 ഫضل ഉണ്ടാവും. ഒന്ന്, ആദ്യത്തെ രാവിനും ഫضലുണ്ട്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനും ഫضലുണ്ട്. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണേ, അത് മനസ്സിലാക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ. ചിലപ്പോൾ 2 ഒത്തുന്ന് വരും. എങ്ങനെ? റജബ് ആദ്യത്തെ രാത്രിയുമായിരിക്കും, വെള്ളിയാഴ്ച രാവും ആയിരിക്കും. അങ്ങനെ ഒത്തു വന്നാൽ അതൊരു വല്ലാത്ത പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴ എന്ന് പറയും പോലത്തെ ഒരു വല്ലാത്ത അനുഭവമാണ്. 2 കൂടി ഒത്തു വന്നാൽ വലിയൊരു അനുഭവമാണ്. ഇക്കൊല്ലല്ല, കൊല്ലം ഇല്ലെങ്കിലും ഉണ്ട്. അതായത് വെള്ളിങ്ങട് തീരണത് റജബിൽ പ്രവേശിച്ചുകൊണ്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിലപ്പോൾ 2 നോക്കും. ആമിനാ ബീവി ഇങ്ങോട്ട് നോക്കേ, പ്രധാനം പറയല്ലേ, കുട്ടിമോനോട് ഇരിക്കേ. ആമിനാ ബീവി റളിയല്ലാഹു അൻഹാ എന്ന മുത്ത് റസൂലുള്ളാഹിയുടെ ഉമ്മ, ആ മഹദിക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ഗർഭപാത്രം, ഏറ്റവും ഷറഫാക്കപ്പെട്ട ഗർഭപാത്രം ആമിനാ ബീവിയുടെ ഗർഭപാത്രമാണ്. അല്ല എന്ന് മനസ്സിലാക്കിയാൽ, എടാ നിന്റെ നിസ്കാരം ഒരു നാടകമാണ്, നിന്റെ നോമ്പ് ഒരു നാടകമാണ്, നിന്റെ ഒരു ഹജ്ജ് നാടകമാണ്, നിന്റെ ബാക്കിയെല്ലാം നാടകമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഗർഭപാത്രം ആമിനാ ബീവിയുടെ ഗർഭപാത്രമാണ്. അതിനേക്കാൾ മഹത്വമുള്ള ഒരു ഗർഭപാത്രം ലോകത്തില്ല. അത് മഹദിയായ ആമിന ഫിൽ അറബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മവാഹിബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം ഖസ്തലാനിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഫിൽ അറബി, അറബ് ലോകം കണ്ട ഏറ്റവും പരിശുദ്ധയും പതിവ്രതയുമായ പെണ്ണാണ് ആര്? മഹദിയായ ആമിനാ ബീവി റളിയല്ലാഹു അൻഹാ. അവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. തിരിയേണ്ടത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ ആമിനാ ബീവി റളിയല്ലാഹു അൻഹയെ അബ്ദുല്ലാ എന്നവർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച്. അബ്ദുല്ലാ ആരാണ്? ലോക ചരിത്രത്തിൽ
രണ്ടാളെ മാത്രമാണ് അറക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അറക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട രണ്ടാളാണുള്ളത്. ഒന്ന് ദബീഹ് ഇസ്മാഈൽ, രണ്ട് ദബീഹ് അബ്ദുല്ലാഹ്. അറക്കാൻ തീരുമാനിക്കപ്പെട്ട ആളുകൾ രണ്ട്. ഒന്ന് ഇസ്മായിൽ നബിയെ അറക്കാൻ തീരുമാനിച്ചതാണ് ഒന്ന്. രണ്ടാമത്തത് ആര്? അബ്ദുല്ലാഹ്. മനസ്സിലായില്ലേ? എനിക്ക് പടച്ചവനെ നീ 10 കുട്ടികളെ തന്നാൽ 10ാമത്തെ കുട്ടി ആൺകുട്ടിയായി, 10 ആൺകുട്ടികളെ തന്നാൽ ഞാൻ ആ 10ാമത്തെ ആൺകുട്ടിയെ നിന്റെ മാർഗത്തിൽ കഅബാലയത്തിൽ വെച്ച് ബലി കൊടുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് എന്നവര് നേർച്ചയാക്കി. അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് സംസം കിണർ മൂടിപ്പോയി. ഖുറൈശികൾ തമ്മാടിത്തരം കളിച്ചപ്പോൾ സംസം അടഞ്ഞു പോയി. ആയിരക്കണക്കായ കൊല്ലങ്ങൾ സംസം അടഞ്ഞു. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കി ചിന്തിക്കണം. അതായത് മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ട് ഏകദേശം 2500ഓളം കൊല്ലം കഴിയുമ്പോഴാണ് മുസ്തഫ നബി വരുന്നത്. 2000-ലേറെ ഉണ്ട്. ചെറിയ താരീഖ് വ്യത്യാസമൊക്കെ കാണാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. 2000-2500 കൊല്ലത്തിന്റെ ഇട പറയാത്തൊരു നബിയും ഒരാളും ചരിത്രകാരനും ഇല്ല. അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 2000-ലേറെ, ഒരഭിപ്രായം 2500ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? പുണ്യ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിനുള്ളിൽ മക്കക്കാർക്ക് ഒരു പ്രബോധകനെ കിട്ടിയില്ല. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു ജനതക്ക് താക്കീത് ചെയ്യണം. മാ ഉൻദിറ ആബാഉഹും, അവരുടെ ബാപ്പമാർക്ക് ഒരു യഥാർത്ഥ പ്രബോധകനെ കിട്ടാത്തത് കൊണ്ട് ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിട്ടാണ് ആ നാട്ടിൽ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർക്ക് നിങ്ങൾ താക്കീത് ചെയ്യണം നബിയെ. ഏതാ സൂറത്ത്? യാസീൻ. മനസ്സിലായല്ലോ? അപ്പൊ പ്രബോധകന്മാരെ കിട്ടാത്തത് കൊണ്ട് എന്ത് നേര് എന്ത് നേരുകേട് എന്ന് തിരിച്ചറിയാത്തൊരു ജനതയായി അവര്. അപ്പോൾ അവരിൽ അക്രമം അധികരിച്ചു. അക്രമം അധികരിച്ചപ്പോൾ സംസം വറ്റിന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകൾ, അനവധി നൂറ്റാണ്ടുകൾ വറ്റിന്ന് മാത്രം അല്ല, ചരൽക്കല്ലും മണ്ണുമെല്ലാം മഴവെള്ളത്തിൽ വന്ന് ഒലിച്ചൊലിച്ച് സംസം കിണർ മൂടിയെന്ന് മാത്രമല്ല, എവിടെയാണ് സംസം കിണർ ഉണ്ടായിരുന്നത് എന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ മറിഞ്ഞുപോയി. മനസ്സിലായില്ല? ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ മൂടിയാൽ പോലും നമുക്കത് അറിയാൻ കഴിയും. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. പണ്ട് ഇവിടെ വല്യാപ്പാൻ്റെ കാലത്തൊരു കിണറുണ്ടായിരുന്നു. അവിടെ വല്ലാതെ പോയിക്കണ്ട, കുണ്ടം തള്ളിപ്പോവും, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. മനസ്സിലാവണ്ട പറഞ്ഞത്. ഇത് മൂടി വലാ യുറഫു മക്കാനുഹു, അതെവിടെയാണ് അത് സ്ഥലം എന്ന് പോലും അറിയില്ല. ആർക്കറിയില്ല? അബ്ദുൽ മുത്തലിബിനെ പോലത്തെ പണ്ഡിതന്മാർക്കറിയില്ല. അറഫുൻ നാസി ബിൽ അൻസാബി വൽ ഖബായിലി. മനസ്സിലായില്ലേ? നാട്ടിലെ കാര്യങ്ങൾ, കബീലകൾ, ചരിത്രങ്ങൾ, സംഭവങ്ങൾ എന്ന വിഷയത്തിൽ അറബ് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. ചില നാട്ടുമൂപ്പന്മാർക്കുണ്ടല്ലോ, ഭയങ്കര വിവരമായിരിക്കും. കബീലകൾ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ പാപ്പാൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് പാപ്പാക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഒരുത്തരം അങ്ങനെ കണ്ടാൽ, പാപ്പ 82 വയസ്സൊക്കെ കഴിഞ്ഞാൽ മരിച്ച്. അപ്പോൾ കണ്ടാൽ എവിടെയാ? ഞാനിങ്ങനെ നെൽമ്പൂരാ, മലപ്പുറത്തുനിന്നാ. മലപ്പുറത്ത് മഞ്ചേരി എവിടുന്നാ? മഞ്ചേരിയാ, പാണ്ടിക്കാടാ, മലപ്പുറ, കൊണ്ടോട്ടിയാ, വേങ്ങരയാ, തൃശ്ശൂരാ. എവിടെയാ? തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ ഇങ്ങനെ എവിടെയാ? ഞാൻ അവിടെ എവിടെയാ? വടാനപ്പള്ളി എവിടെയാ? അത് ഇന്നാലിൻ്റെ പള്ളീൻ്റെ അടുത്താ. പള്ളീൻ്റെ അടുത്ത ആരോ എവിടെയാ? മനസ്സിലായില്ല. അങ്ങനെ ചോദിക്കും. അതിന് കാരണം എന്താണെന്നറിയോ? ആ നാടുകളൊക്കെ ഒറ്റൊക്കെ നല്ല വിവരമുള്ള ആളുകളാണ് അവർ. എൻ്റെ വാപ്പക്ക് അങ്ങനെ വിവരം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ചില ആളുകൾക്ക് അവരെ നാടിനെ പറ്റി അറിയും. എൻ്റെ വാപ്പാനെ പോലത്തെ ആളുകൾ വലിയ യാത്രക്കാരും വലിയ കാര്യം അങ്ങനത്തെ അവർക്കൊക്കെ കുറച്ചും കൂടി അറിയും. അപ്പം എന്നതുപോലെ അത് നല്ല വിവരാ. അതെങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞ് അങ്ങനെ എല്ലാം പറയും എന്ന് പറഞ്ഞാൽ എല്ലാം പറയും. ഗുണം ദോഷമൊക്കെ അവർക്കറിയും. ചില കബീലകളെ പേരെന്ന് പറയുമ്പോഴത്തേന് പറയും, നല്ല കബീലയാണെന്ന് പറയും. അല്ലെങ്കിൽ എല്ലാം പറയും. അത് വേണ്ട, അത് പണ്ടൊരു പെണ്ണവിടെ പേച്ചു വെച്ചിട്ടുണ്ട് ആ കബീലയിൽ, നമുക്ക് വേണ്ട.
എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അവിടെ പറയും. അത് 50-75 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം. എൻ്റെ വാപ്പാനെ പോലത്തെ ആളെടുത്ത് വന്ന് പോയിച്ചാൽ നമുക്ക് ഇന്നാൻ്റെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണുമാണ്, പെണ്ണ് ഉണ്ട്, ഞങ്ങളെ മകന് അല്ലെങ്കിൽ വേറെ കുട്ടിക്ക് കെട്ടിച്ചൂടെ എന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെ ചോദിച്ച് പറയും അത് വേണ്ട, എൻ്റെ അത് പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അക്കാലത്ത് അതൊക്കെ വലിയ വിഷയമാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണം. അറിവ് അത് ഭയങ്കര അറിവാണ്. ഇത്തരം വേറെ അറിവുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നവര്. ആ മഹാന് പോലും റസൂലുള്ളാഹിന്റെ വല്യപ്പയാണ് അബ്ദുൽ മുത്തലിബ് എന്നവര്. അവർക്ക് പോലും എന്തറിയൂല, എവിടെയാണ് സംസം എന്നറിയൂല. അതുകൊണ്ടാണ് ഹിജ്ർ ഇസ്മായിൽ ഹത്തീമിൽ കിടന്നുറങ്ങുന്ന നേരത്ത് ഒരാൾ വന്നു. ബൈനന്നൗമി വൽ യഖ്ളാ, ഉണർച്ചയുമല്ല ഉറക്കവുമല്ല എന്ന നിലക്ക് കഅബാലയത്തിന്റെ ചെരിവിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് എന്നവര്. അപ്പോൾ ഉറക്കത്തിലാണോ ഉണർച്ചയിലാണോ എന്നറിയില്ല, ഒരാൾ വന്നു. സംസം കിണർ കുഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോയി. സ്ഥലം ചോദിക്കാൻ കഴിഞ്ഞില്ല. സംസം കിണർ എവിടെയാണെന്നൊട്ട് അറിയുകയില്ല. 2-ാം ദിവസം വന്നു. 3-ാം ദിവസം അവിടെ തന്നെ കിടന്നപ്പോൾ ചോദിച്ചു, അയിന മക്കാനുഹു, സംസം കിണറൊക്കെ ഞാൻ കുഴിച്ചോളാം, പക്ഷെ അതിന്റെ സ്ഥലം എവിടെയാണ്? കഅബാലയത്തിന്റെ താക്കോല് പാത്തു വെക്കുന്ന ആളാണ് ആര്? അബ്ദുൽ മുത്തലിബ് എന്നവര്. അറബ് ലോകത്തിലെ ഏറ്റവും വലിയ വിവരസ്ഥനാണ് അവര്. അവർക്ക് പോലും അറിയൂല എന്ത് എവിടെയാണ് സംസം. അത്രയും കാലം മറഞ്ഞുപോയി, ധാരടഞ്ഞുപോയി, കിണറന്നെ മൂടിപ്പോയി. അവസാനം ഈ കൽപ്പന കാരണം സംസം കിണറ് അവിടെ കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഹുബുലു എന്ന ഒരു വിഗ്രഹം അവിടെ വെച്ചിരുന്നു. ആ വിഗ്രഹത്തിന്റെ കബീലക്കാർ വന്ന് തല്ലുണ്ടാക്കാൻ വന്നു. മനസ്സിലായില്ല? ധാര അടഞ്ഞ് സംസം കിണർ വറ്റി മണ്ണിട്ട് മൂടിയപ്പോൾ ഒരു കബീലക്കാർ അവരുടെ വിഗ്രഹത്തിനെ എവിടെ കൊണ്ടുവച്ചു? അവിടെ കൊണ്ടു വെച്ച് അതിനവർ ആരാധിക്കും. ഈ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 3 രാത്രിയാണോ ഉറക്കാണോ ഉണർച്ചയെന്നറിയില്ല, നിങ്ങൾ സംസം കിണർ കുഴിക്കണം എന്ന് പറഞ്ഞു അബ്ദുൽ മുത്തലിബിനോട് ഒരാൾ വന്നിട്ട്. 3-ാം ദിവസം അയിന മക്കാനുഹു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖരീബമ്മിൻ സാബിയത്തിൽ ഹജരി ഇന്ദ ഖറിയത്തിൻ നംലി അലൈഹ ഉറാബുൻ അസമു. അവിടെ നിങ്ങൾ രാവിലെ ചെന്നാൽ ഒരു തൗട്ട് നിറത്തിലുള്ള കാക്കുണ്ടാവും, അവിടെ കുറച്ച് ഉറുമ്പിൻ്റെ കൂട്ടുകൾ ഉണ്ടാവും. അത് നേരെ സംസം കിണറിന് ഹജർ അസ്വദിന്റെ മൂലൊക്കെ കണക്കാക്കിയ സ്ഥലത്താണ് എന്ന അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിരാവിലെ തൻ്റെ മകൻ ഹാരിസിനെയും കൂട്ടി, അന്നൊരു മകനാണുള്ളത്, ഒറ്റ മകൻ ഹാരിസ് ആൺകുട്ടി. പിന്നെയോ ഹാരിസിനെയും കൂട്ടി കൈക്കോട്ടും എടുത്ത് ബാപ്പയും മകനും കളക്കാൻ വന്നു. അപ്പോൾ ഹുബുൽ വിഗ്രഹത്തിനെ അവിടെ വെച്ച ആളുകളുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങളെ വിഗ്രഹത്തിന്റെ സ്ഥലമാണ്, ഇയാൾക്ക് എന്ത് പറ്റി? ഇയാൾ അവിടെ കളക്കുകയാണ്, ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കളക്കുന്നു പറഞ്ഞു. ഇത് സംസം കിണറാണ് ഇവിടെ. മനസ്സിലായില്ലേ? ആര് പറഞ്ഞു അങ്ങനെ പ്രശ്നം ഉണ്ടായി? എന്തുകൊണ്ട്? ഇവിടെ സംസം കിണറാണ് എന്ന് ആർക്കും അറിയൂല. വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ടവര് അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ, എനിക്ക് നീ 10 ആൺകുട്ടികളെ തരികയാണെങ്കിൽ 10ാമൻ ഞാൻ നിന്റെ മാർഗത്തില്. ഇത്തരം നല്ല കാര്യം ചെയ്യുമ്പോൾ നാട്ടിൽ സമ്മതിക്കണില്ല, അതിന് അവനാന്റെ മക്കളെ തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് 10 കരികരുത്തന്മാരായ ആൺകുട്ടികളെ തന്നാൽ 10ാമനെ ഞാൻ നിന്റെ മാർഗത്തില് ഇവിടെ ബലി കൊടുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞേ. അങ്ങനെ പടച്ചോൻ 10 ആൺകുട്ടികളെ കൊടുത്തു. 10ാമനാണ് ആര്? അബ്ദുള്ള. അതുകൊണ്ട് അവർക്ക് റബീഹ് എന്ന് പേര് വന്നു, അറക്കപ്പെടേണ്ട ആള്. അപ്പൊ ലോക ചരിത്രത്തിൽ 2 റബീഹാണുള്ളത്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, ഒന്ന് അബ്ദുല്ലാഹ് വാലിദു റസൂലില്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് അല നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അത് പിന്നെ വലിയ ചരിത്രമാണ്. പിന്നെ പ്രായപൂർത്തിയായപ്പോൾ അറക്കാൻ തീരുമാനിച്ചു. മക്കാർ വളരെ കൗതുകമുള്ള ഭയങ്കര ഷാത്തിറായ, കാണാൻ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഹൈ പേഴ്സണാലിറ്റിയുള്ള വല്ലാത്തൊരു മഹാനായ മനുഷ്യനാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ആളായിരുന്നു ആര്? അബ്ദുള്ളാനെ അറക്കണം എന്നുള്ള തീരുമാനം പ്രായപൂർത്തിയായപ്പോൾ അറിയിച്ചു. മോനെ തന്നെ അറക്കണം, ഞാൻ പടച്ചവനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ തയ്യാറായി, റബ്ബിന് വേണ്ടി അറക്കണെങ്കിൽ അർത്തോളിയും ബാപ്പ. പക്ഷേ നാട്ടുകാർ തടഞ്ഞു.
പറ്റൂല, അബ്ദുള്ളാനെ ഇറക്കാൻ പറ്റൂല. അവസാനം അതിന്റെ മേലിൽ വിവരസ്ഥന്മാരായ ആളുകളോട് ചോദിച്ച് അവസാനം എന്ത് ചെയ്ത് പരിഹാരമായി ഒട്ടകത്തിനെ അറക്കാൻ തീരുമാനിച്ചു, നറക്കണം തീരുമാനിച്ചു. 10 ഒട്ടകത്തിനെ അറക്കാൻ അബ്ദുള്ളക്ക് പകരം എന്ന് ആദ്യം സംഭവിച്ചു. 10 ഒട്ടകത്തിനെയും അബ്ദുള്ളയും വെച്ച് നറുക്കിട്ടപ്പോൾ അബ്ദുള്ളാനെ അറക്കണമെന്നാണ് നറുക്ക് വന്നത്. പിന്നെ 10 കൂടി കൂട്ടി എത്രയാക്കി? അബ്ദുള്ളക്ക് പകരം 20 ഒട്ടകം. അപ്പോഴും അബ്ദുള്ളക്ക് നറുക്ക് വന്നു, അറക്കണം. പിന്നെ 30 ആക്കി, പിന്നെ 40 ആക്കി, പിന്നെ 50 ആക്കി, 60 ആക്കി, 70 ആക്കി, 80 ആക്കി, 90 ആക്കി. അപ്പോഴും നറുക്ക് അബ്ദുള്ളക്ക്. മനസ്സിലായില്ലേ? അവസാനം 100 ഒട്ടകം അബ്ദുള്ളക്ക് പകരം അറക്കാം എന്ന് പറഞ്ഞപ്പോൾ നറുക്ക് ഒട്ടകത്തിന് വീണു. അപ്പോൾ അറബിൽ നിന്ന് രക്ഷപ്പെടുത്തി 100 ഒട്ടകത്തിന് പകരം കൊടുത്ത് ആർക്ക് പകരം? അബ്ദുള്ള. മനസ്സിലായില്ലേ? ലോക ചരിത്രത്തിലൊരു അത്ഭുതമാണ്. ആര്? അബ്ദുള്ള വെറുതെ ഇരിക്കല്ലേ. ആര്? മുത്തറസുള്ളാന്റെ വല്ലിപ്പാന്ന് ബാപ്പാന്ന് പറഞ്ഞാൽ ലോകത്തെ 2ാമത്തെ റബീഹാണ്. 1ാമത്തെ റബീഹ് ഇസ്മായിൽ, 2ാമത്തെ റബീഹ് അബ്ദുള്ള. അതെല്ലാം ഒഴിവായി. 100 ഒട്ടകത്തിനർത്തു. മക്കാര് ആഘോഷമാക്കി, 2 ആഘോഷം. കാരണം 100 ഒട്ടകത്തിന് ബലി കൊടുത്ത് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സംഭവമാണ്. മനസ്സിലായോ? ഒരൊട്ടകത്തിന് അർത്ഥത്തിന് നാട്ടുകാർക്ക് തിന്നാണ്ടോ? ഇത് എത്ര ഒട്ടക? 100 ഒട്ടകം. 1 അത്. 2 അതുകൊണ്ട് അവർക്ക് കണ്ണിലുണ്ണിയായ ആരെ രക്ഷപ്പെടുത്തി? എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു ആര്? അബ്ദുള്ള. അങ്ങനെ ആ രക്ഷയൊക്കെ കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ ഇനി തീരുമാനിച്ചു കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ഏത് കബീലയിൽ നിന്നും പെണ്ണ് കിട്ടും. ആർക്ക്? അത്രയും നല്ല മനുഷ്യനാണ്. അവസാനം അക്കാലത്തെ ഏറ്റവും വലിയ പതിവ്രതയായ പരിശുദ്ധയായ പെണ്ണായി അറിയപ്പെട്ട, വഹബിന്റെ മകളായി അറിയപ്പെട്ട ആളാണ് ആര്? ആമിന. ആമിന ബീവിയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. മക്കക്കാർ അതൊരു ഉത്സവമാക്കി. മനസ്സിലായില്ലേ? ആ കല്യാണം കഴിഞ്ഞ്, ഞാൻ ചരിത്രം ചുരുക്കാണ്, ഞാൻ എന്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രാത്രിയാണ് ഏത്? റജബ്. റജബാദ്യത്തെ രാത്രി, ആദ്യത്തെ മാസമാണ് ഏത്? റജബ്. അവസാനത്തെ മാസമാണ് ഏത്? റബീഉൽ അവ്വൽ. 2ഉം റാ ആണ്. മുത്തുനബിയും റാ ആണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. 3ഉം റജബ്, റബീഉൽ അവ്വൽ, മുത്തുനബിയോ റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു ആദ്യം അർശിൽ എഴുതിയത് റാ. അല്ലാഹു തആല ലൗഹിനെയും കലമിനെയും പടച്ചപ്പോൾ കലമിനോട് പറഞ്ഞു, കലമേ നീ ലൗഹിൽ പോയി എഴുത്. അപ്പോൾ കലമ ചോദിച്ചു, മുത്തിയാൻ യാ റബ്ബി, റബ്ബേ വൈപ്പടാം എഴുതിക്കോളാം. പക്ഷേ എന്താണ് ഞാൻ എഴുതേണ്ടത്, എന്താണ് ഞാൻ എഴുതി തുടങ്ങേണ്ടത് എന്ന് കലമ റബ്ബിനോട് ചോദിച്ച്. അപ്പോൾ റബ്ബ് പറഞ്ഞ്, ആദ്യം ലൗഹിൽ എഴുതേണ്ടത് റഹ്മത്ത് എന്ന വാക്കാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കലമ് ലൗഹിൽ എഴുതിയ ആദ്യത്തെ വാക്കാണ് ഏത്? റഹ്മത്ത്. അത് ആ വാക്കിൽ നിന്നാണ്. ആ വാക്കാണ് പിന്നെ മുത്തുനബിയുടെ പേരായത്. അല്ല, മുത്തുനബിയുടെ പേരായത് കൊണ്ടാണ് അത് ആദ്യം എഴുതിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ചിന്തിക്കണം. അത് 2 റാ, തുടക്കം ഒടുക്കം. ആദ്യത്തെ റാ റജബ്, അവസാനത്തെ റാ റബീഉൽ അവ്വൽ. വന്നതോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. ഈ കല്യാണം കഴിഞ്ഞ് ഇവർ 2ആളും ഭാര്യ ഭർത്താക്കന്മാരായി വീട്ടിൽ കൂടിയത് രാത്രി 1ാം റജബിന്റെ ആദ്യത്തെ രാത്രിയാണ്. അന്ന് എന്തുമായിരുന്നു? വെള്ളിയാഴ്ചരാവുകയാണ്. അത് 2 കൂടെ വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയം മാത്രമേ ഇവർ രണ്ടാളും ദാമ്പത്യം ആസ്വദിച്ചിട്ടുള്ളൂ. അബ്ദുള്ള എന്നവരും ആമിന ബി. കുറഞ്ഞ കാലം. അത് കഴിഞ്ഞ് അവർ കച്ചവടത്തിന് പോയി. ആ കച്ചവട യാത്ര മധ്യേ അവർ വഫാത്തായി. ആര്? അബ്ദുള്ള വഫാത്തായി. അല്ലാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.